അല്ലാതെ വേറൊരു ഓപ്ഷനേ മുമ്പിലില്ല OET എന്ന് പറയുമ്പോൾ. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒരുപോലെ തന്നെയാണ്. OET എന്താണെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. ക്ലാസ്സിൽ മാം തന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ മാക്സിമം എനിക്ക് ട്രൈ ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു കിട്ടിയത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പാസ് ആകും എന്നുള്ളത്. മാം ഞങ്ങളുടെ ക്ലാസ്സിൽ ആദ്യത്തെ ദിവസം വന്ന് പറഞ്ഞ വാക്കിലാണ് ഞാനിപ്പോ ഈ വിന്നറായിട്ട് ഇവിടെ നിൽക്കുന്നത്. നിരൂസിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യമാണ് ക്രൈറ്റീരിയ ബേസിസിലുള്ള ആ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഞാൻ ഈ എക്സാം എഴുതി 280 നിന്നും C+ പോലും ഇല്ലാണ്ട് 350 എനിക്ക് സ്കോർ വന്നു. OET പാസ്സാവുന്ന ആ ഒരു വിന്നേഴ്സ് മീറ്റ് ജോയിൻ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. അപ്പൊ ഇത്രയും നാളും കേരളത്തിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. ഇംഗ്ലീഷുമായിട്ട് ഒരു ബന്ധമില്ല. ഇൻഡിവിജ്വൽ ട്രെയിനിങ് എല്ലാം നമുക്കൊരു ടൈം പറ്റിയില്ലെങ്കിൽ വേറൊരു ടൈം ഷെഡ്യൂൾ ചെയ്ത് അങ്ങനെ എല്ലാത്തിനും ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. The way you are teaching and your motivation, everything made me to sit here. ശരിക്കും നീതുസ് ബെസ്റ്റ് ആണ്. ഏറ്റവും ടഫ് എനിക്ക് ശരിക്കും ലിസണിങ് ആയിരുന്നു മാം. ഇത് ശരിക്കും പറയുന്നത് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു അക്കാഡമി തന്നെയാണ്. സോ നീതുജിന്റെ അടുത്ത ഒരു എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റുമായിട്ട് നമ്മൾ ഒരുമിച്ച് വന്നേക്കുവാണ്. ഒരുപാട് സന്തോഷം. എല്ലാരും എക്സൈറ്റഡ് ആണോ? യെസ് എക്സൈറ്റഡ് ആണ് അല്ലെ? അതെ. അപ്പൊ ഇതിനകത്ത് ഓഫ്ലൈൻ സ്റ്റുഡൻസ് ഉണ്ട്, ഓൺലൈൻ സ്റ്റുഡൻസ് ഉണ്ട് അല്ലെ? അതെ. അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് നീതുജിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു ജേർണിനെ പറ്റി അല്ലെ കേൾക്കാൻ നോക്കിയിരിക്കുന്ന ഒരുപാട് ആളുകൾ വെളിയിലുണ്ട്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യെസ് ഗുഡ് ഈവനിങ്. യെസ് ഗുഡ് ഈവനിങ്. സോ വി വിൽ സ്റ്റാർട്ട് വിത്ത് അനു. യെസ് അനു നീതുജിന്റെ ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണ്. സോ അനുവിൽ നിന്ന് തന്നെ ആദ്യം കേൾക്കാം അല്ലെ? യെസ് അനു എങ്ങനെയുണ്ടായിരുന്നു നീതുസിനോടൊപ്പമുള്ള ഒരു ജേർണി? എങ്ങനെയുണ്ടായിരുന്നു? ഓഫ്ലൈൻ ട്രെയിനിങ്ങിലാണ് അല്ലെ അറ്റൻഡ് ചെയ്തത്. അപ്പൊ ഓഫ്ലൈൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെയുണ്ടായിരുന്നു? ഒത്തിരി പേർക്ക് ഓഫ്ലൈനെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ അല്ലെ എപ്പോഴും എല്ലാവരും കേൾക്കുന്നത് ഓൺലൈനിന്റെ കാര്യങ്ങളെ പറ്റിയാണ്. ഓഫ്ലൈന്റെ ജേർണി എങ്ങനെയുണ്ടായിരുന്നു എന്നൊന്ന് പറയാമോ അനു? ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് മാം, ഞാൻ ഓഫ്ലൈനിൽ ജോയിൻ ചെയ്ത ആളാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് OET എന്തെന്ന് അറിയില്ല. ഞാൻ OET പറ്റി അന്വേഷിച്ചപ്പോ ആദ്യം കേട്ടത് നീതൂസ് ആയിരുന്നു. കാര്യം എല്ലാവരും ഇങ്ങനെ നീതൂസിനെ പറ്റി ഒരുപാട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നീതൂസ് ഓഫ്ലൈൻ ഉണ്ടെന്ന് അറിയത്തേ ഇല്ലായിരുന്നു. ഞാൻ ശരിക്കും പറഞ്ഞ എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. ഞാൻ റിസൈൻ വെച്ചു. OET പഠിക്കണം, കാര്യം ഹസ്ബൻഡ് UK യിലാണ്, അപ്പം പോണം എന്നൊക്കെ ഉള്ള ഇതില് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പം എന്റെ ഫ്രണ്ട് ആണ് പറഞ്ഞത് നീതൂസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആലുവയില് എന്ന് പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഫുൾ ഹാപ്പിയാണ്, ഫാമിലി ഹാപ്പിയാണ്. ആദ്യം വന്നപ്പോ എനിക്ക് ടെൻഷൻ ആയിരുന്നു. എങ്ങനെയാ ഞാൻ OET പറ്റി ഒന്നും അന്വേഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ OET ടെൻഷൻ കാരണം എനിക്ക് അവിടെ വന്നു. മാംസ് ആണ് ആദ്യമായിട്ട് OET എന്താന്ന് പറഞ്ഞു തന്നത്. മാം ഫസ്റ്റ് ക്ലാസ് തന്നെ വന്നു, മാം കണ്ടു, പറഞ്ഞു തന്നു. നീതു മാം ഫസ്റ്റ് തന്നെ വന്നിട്ട് എല്ലാരെയും കണ്ടു. നമ്മൾ കേക്ക് മുറിച്ചാണ് തുടങ്ങിയത് തന്നെ. മാം വന്ന് പറഞ്ഞിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട, നമ്മൾ നീതു ഫാമിലിയിൽ ഇനി മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞു തുടങ്ങിയതാണ്. ഞാൻ 2 month കോഴ്സ് ആയിരുന്നു എടുത്തിരുന്നത്. പിന്നെ 1 month കൂടെ എക്സ്റ്റെൻഡ് ചെയ്തായിരുന്നു ഡേറ്റിനനുസരിച്ച്. എന്നിട്ട് ഞാൻ ഹാപ്പിയാണ് മാം. മാം എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നീതൂസ് ബ്ലെസ്ഡ് ആണെന്ന്. ശരിക്കും നീതൂസ് ബ്ലെസ്ഡ് ആണ്. നീതൂസും നീതൂസിന്റെ ട്യൂട്ടേഴ്സും മൊത്തത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മൊത്തം ബ്ലെസ്ഡ് ആണ്. എനിക്ക് നല്ല വിശ്വാസമുണ്ട് നീതൂസിൽ. ഇനിയും ഒരുപാട് പേര് വന്ന് പഠിക്കണം, എല്ലാവരുടെയും സ്വപ്നങ്ങൾ നടക്കണം എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം മാം. പിന്നെ എല്ലാരും ചിലരൊക്കെ പറയുന്നുണ്ട് ഓൺലൈൻ ആണ് നല്ലത്, ഓഫ്ലൈൻ അത്രയും ആവുന്നില്ല. അങ്ങനെയൊന്നുമില്ല. ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും ഒരുപോലെ തന്നെയാണ്. നമ്മളും മാംസും ഒരുപോലെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും. അനുവിന്റെ സ്കോർ ഒന്ന് പറയാമോ? മാം, സ്കോർ എനിക്ക് ലിസണിങ്ങിന് 400 ആണ്, റൈറ്റിംഗും റീഡിങ്ങും 360 ആണ്, സ്പീക്കിംഗ് 380. ഓക്കെ. അപ്പൊ ഫുൾ ബിയോട് കൂടാണ് പാസ്സായേക്കുന്നത്. ഫുൾ ബി മാത്രമല്ല അല്ലെ, OET എന്താണെന്ന് അറിയാതെ വന്ന ഫസ്റ്റ് അറ്റംപ്റ്റില് ഫുൾ ബിയോട് കൂടെ പാസ്സായി. അതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ലിസണിങ്ങിന് 400 മേടിച്ചാണ് പാസ്സായിട്ടിരിക്കുന്നത്. എക്സ്ക്ലൂസീവ് നീതുജിന്റെ ഓഫ്ലൈൻ പ്രൊഡക്റ്റ് ആണ്. ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു അബണ്ടന്റ്ലി. താങ്ക് യു മാം. Thank you so much. Okay, we will move on with Dr. Sanish Govindan. Yes, Dr. Sanish, tell me, how was your journey with Neethus? One unmute cheyamo Dr. Sanish. Okay, sorry. Yeah, tell me. ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു പോയിട്ട്. വരുമ്പോ ജസ്റ്റ് ഒരു 4 modules ഉണ്ടെന്ന് അറിയായിരുന്നു. അങ്ങനെ സ്ലോലി പിന്നെ ഞാൻ വർക്കിംഗ് ആയിരുന്നു. ഞാൻ അബ്രോഡ് ആണ് ആക്ച്വലി ഉള്ളത്. സോ വർക്കിംഗ്, അപ്പൊ നൈറ്റിൽ ഓടിക്കതച്ചിട്ടൊക്കെ വന്നിട്ടാണ് മോസ്റ്റ്ലി ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറ്. ബെസ്റ്റ് എന്ന് പറയാനുള്ള ആക്ച്വലി ടൈം ഷെഡ്യൂൾ വർക്കിംഗ് പ്രൊഫഷണൽസിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു.
ടൈം ഷെഡ്യൂള്. ഓക്കെ പിന്നെ മെയിൻലി പിന്നെ നമ്മള് പേടിച്ചുകൊണ്ടിരിക്കണം കമ്പ്യൂട്ടർ സ്ക്രീനിന്റെ മുമ്പിൽ ടീച്ചർമാർ എപ്പോഴും പിടിക്കുന്നതൊക്കെയാണ്. അതും ഭയങ്കര പോസിറ്റീവ് ആണെന്ന് എനിക്ക് തോന്നി. ഓക്കെ പിന്നെ ഒരു ഗോഡ് ഗ്രേസ്, പിന്നെ നീതൂസ് അക്കാഡമി ഓക്കെ എല്ലാരും കൂടി സക്സസ് എടുക്കും. താങ്ക് ഓക്കെ ഒരുപാട് സന്തോഷം. ഡോക്ടർ സനീഷ്, സ്കോർ ഒന്ന് പറയാമോ ഡോക്ടറിന്റെ? സ്കോർ എനിക്ക് ലിസണിങ്, റീഡിങ് ആൻഡ് സ്പീക്കിംഗ് 380, റൈറ്റിംഗ് 390. ഓക്കെ വെരി ഗുഡ്. അപ്പൊ അടിപൊളി സ്കോറുമായിട്ട് അല്ലെ? യെസ്, ഒരു വിന്നർ ആയിട്ട് ഇന്ന് നീതൂസിന്റെ അടുത്ത് നിന്ന് ഒരു വിന്നർ ആയിട്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് സന്തോഷം അല്ലെ? ഒത്തിരി സന്തോഷം. ഗോഡ് ബ്ലെസ് യു അബണ്ടലി. എങ്ങോട്ടാണ് നോക്കുന്നത്? ഏത് കൺട്രിയാണ് ഡോക്ടർ നോക്കുന്നത്? UK. UK ആണ്. അപ്പൊ എല്ലാ പ്രോസസ്സിംഗും എത്രയും പെട്ടെന്ന് നടക്കട്ടെ കേട്ടോ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. സോ വി വിൽ മൂവ് ഓൺ വിത്ത് ആതിര. യെസ് ആതിര കുഞ്ഞുമോൻ. യെസ് ആതിര പറഞ്ഞേ. ഫസ്റ്റ് ഓഫ് ഓൾ റിയലി ഹാപ്പിയാണ്. OET എന്താണെന്ന് പോലും അറിഞ്ഞുകൂടായിരുന്നു. നീതൂസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം മാം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷമാണ് ഇത് എന്താണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായത്. പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ മാഡം പറഞ്ഞിരുന്നു നിങ്ങള് പഠിച്ചേ പറ്റൂ, ശരിക്കും പഠിക്കാതിരിക്കാൻ പറ്റില്ല. പിന്നെ അങ്ങോട്ട് ഒരു ട്രാക്കിലായി കഴിഞ്ഞപ്പോ ഇറ്റ് വാസ് വെരി നൈസ്. മാംസ് ഒക്കെ ആണെങ്കിലും എല്ലാ ഫാക്കൽറ്റീസും വളരെ നന്നായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും നമ്മളെ ഗൈഡ് ചെയ്യുകയും ചെയ്യുമായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ പാസ് ആകും എന്നുള്ളത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് അല്ലേ? പറഞ്ഞോ. അപ്പോ നീതൂസ് അക്കാഡമിയുടെ ഒരു ഹെൽപ്പ് ഗൈഡൻസ് അതൊക്കെ കൊണ്ട് തന്നെ എന്തായാലും ഞാൻ പാസ്സായി. അത്രയും സന്തോഷം. ഇന്ന് സ്കോർ ഡീറ്റെയിൽസ് പറയാമോ ആതിര? യെസ് മാം. സ്പീക്കിംഗ് 390, ലിസണിംഗ് 370, റീഡിംഗ് 360 ആൻഡ് റൈറ്റിംഗ് 380. ഓക്കെ അടിപൊളി. ഫുൾ ബി സ്കോറോട് കൂടിയാണ് അഗൈൻ അല്ലെ? OET എന്താണെന്ന് അറിയാതെ വന്ന ഒരാള് ഫസ്റ്റ് അറ്റംപ്റ്റില് ഫുൾ ബിയോട് കൂടെ പാസ്സാവുന്ന ഒരുപാട് സന്തോഷം. ആതിര ഏത് കൺട്രിയാണ് ആതിര നോക്കുന്നത്? UK ആണ് നോക്കുന്നത്. ഓക്കെ ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നത്? എവിടെയാ ആതിര? ഞാനിപ്പം UP-ലാണ് വർക്ക് ചെയ്യുന്നത്. UP-ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരുപാട് സന്തോഷം. ഏതായിരുന്നു ഏറ്റവും ടഫ് ആയിട്ടുള്ള മോഡ്യൂൾ? ഏതായിരുന്നു ആതിര? ഏറ്റവും ടഫ് എനിക്ക് ശരിക്കും ലിസണിംഗ് ആയിരുന്നു മാം. ലിസണിംഗ് ആയിരുന്നു. ഓക്കെ അപ്പൊ ടഫ് ആയിട്ടുള്ള മോഡ്യൂൾ ലിസണിംഗ് ആയിരുന്നു. എനിവേ ഫുൾ ബിയോട് കൂടെ ക്രാക്ക് ചെയ്തിരിക്കണം. ഒരുപാട് സന്തോഷം. ഓക്കെ താങ്ക് യു സോ മച്ച്. വി വിൽ മൂവ് ഓൺ വിത്ത് ടു ബി ടോം. ഹായ് ടു ബി പറഞ്ഞേ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ടു ബി. ശരിക്കും മാം എനിക്ക് എന്റെ ഒരു സ്വപ്നമായിരുന്നു മാമിനെ നേരിൽ ഒന്ന് കാണണം എന്നുള്ളത്. അടിപൊളി. ഇങ്ങോട്ട് പോരെ പുളിഞ്ചോടോട്ട്. അപ്പം ഞാൻ പലതവണ ഞാൻ നോക്കിയിട്ടുണ്ട് മാമിനെ ഒന്ന് സംസാരിക്കണമെന്നും ഒക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് തവണ OET ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയത് മാമിന്റെ ഫസ്റ്റ് ഞാൻ 2 month കോഴ്സ് ആയിരുന്നു എടുത്തത്. മാമിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ മാം തന്ന ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്നെ മാക്സിമം എനിക്ക് ട്രൈ ചെയ്യണം എന്നുള്ള ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു കിട്ടിയത്. ഞാൻ എന്റെ ബുക്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മാം പറഞ്ഞിട്ടുണ്ട് ഡോണ്ട് സ്നൂസ് യുവർ അലാം, പിന്നെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം, നമ്മുടെ ഡ്രീം കൺട്രി ഉണ്ടായിരിക്കണം, പിന്നെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു അംബീഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പം കുറെ സ്ട്രഗിളിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുവാണ്. എനിക്ക് വർക്ക് ചെയ്യുന്നിടത്ത് ഒരുപാട് ഉണ്ട്. അപ്പൊ ഞാൻ ഡ്യൂട്ടി ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് ഈ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യണം, അതുപോലെ ഹോംവർക്ക് വരുന്നുണ്ട്. എല്ലാം കൂടെ ആകുമ്പോൾ മൊത്തത്തിലൊരു സ്ട്രഗിളിംഗ് തന്നെയായിരുന്നു. എനിക്ക് വീട്ടിൽ വന്നിട്ട് എനിക്ക് അധികം സമയം കിട്ടും എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറവ് സമയത്തിൽ ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കി. പിന്നെ ഞാൻ 1 hour ഈ ജേർണി ഉണ്ട് എനിക്ക് ഇവിടുന്ന് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ എനിക്ക് പറ്റാവുന്നത്ര സമയം ഞാൻ മെട്രോയിൽ ഇരുന്ന് തന്നെ ലിസണിങ്ങും റീഡിങ്ങും ചെയ്യാനായിട്ട് നോക്കി. ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് ഉണ്ടായിരുന്നു. ബട്ട് എന്നാലും എനിക്കൊരു ട്രൈ ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മാം ഒരു മോട്ടിവേഷൻ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മാമിന്റെ ഒരു മോട്ടിവേഷൻ ആണ്. അത് ആർക്കാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നിപ്പോകും. അത്രയ്ക്ക് മാം ഒരു മോട്ടിവേഷൻ ആണ് തന്നുകൊണ്ടിരുന്നത്. മാം ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ ഫാക്കൽറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മിസ്സും വന്ന ഓരോ ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻസ്പിറേഷൻ തരുന്നത്. നമ്മളെ ഡീമോട്ടിവേറ്റ് ചെയ്യത്തേ ഇല്ല അവർ. നമ്മൾ എന്തുമാത്രം പറയുവാണെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ സ്പീക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഓൾറെഡി വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് സ്പീക്കിങ്ങിന്റെ ഒരു ഏറ്റവും മാം എനിക്ക് പറയാനുള്ളത് ക്രൈറ്റീരിയ ബേസിസ് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് മാം. ഒരുപാട് ഹെൽപ്ഫുൾ. കാരണം ക്രൈറ്റീരിയ ബേസിസിൽ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു സ്പീക്കിങ്ങിന്റെ സമയത്താണെങ്കിലും ഞാൻ ക്രൈറ്റീരിയ ബേസിസ് എനിക്ക് അറിയത്തില്ലായിരുന്നു. പ്രീവിയസ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ പഠിച്ചപ്പോൾ ഇങ്ങനെ ഒരു ബേസിസിലല്ല പഠിക്കുന്നത്. അവർ ജസ്റ്റ് അത് പറഞ്ഞു തരും. ടാസ്ക് എന്താന്ന് വെച്ചാൽ നമ്മളത് പറയുക, നമുക്ക് ആ ടാസ്ക് തീർക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റി ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു എന്റെ സ്പീക്കിംഗ് മെന്റർ ആ മാം എനിക്ക് എപ്പോഴും എന്നോട് പറയുമായിരുന്നു ടു ബി
where is your structure, where is your providing information, where is your gathering information. അപ്പൊ മാം എപ്പോഴും എന്നോട് ഇത് ചോദിച്ച് എന്റെ മനസ്സിൽ അയ്യോ ഇത് ഞാൻ ചോദിച്ചില്ല, അങ്ങനെ ഒരു വന്ന ക്രൈറ്റീരിയ ബേസിസിലേക്ക് ഞാൻ വന്നു. അതുപോലെ മാം എന്റെ എക്സാമിന്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ സ്പീക്കിംഗ് എന്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള എക്സാം ആയിരുന്നു. കാരണം എന്റെ എക്സാമിന് ഒട്ടും കോപ്പറേറ്റീവ് അല്ലായിരുന്നു. അപ്പം ആ മാം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അതുപോലെ നടത്തിയ ഒരു എക്സാം ഇതുവരെ ചെയ്തിട്ടില്ല. ആ മാം എക്സാമിന്റെ സമയത്ത് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു സെന്റൻസ് തീർക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കുമായിരുന്നു. അപ്പൊ എനിക്ക് ഉള്ളിൽ അറിയാം എന്റെ സമയം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ മാം എനിക്ക് അവിടുന്ന് നീതൂസിന്ന് ആ ക്രൈറ്റീരിയയിൽ പറയുന്നുണ്ടല്ലോ, ഇറ്റ്സ് എ ഗുഡ് ലിസണർ എന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ ആ ഒരു മെന്റാലിറ്റിയിൽ ഓക്കെ അങ്ങനെ ചെയ്യാം, അവര് പറയുന്നത് എന്തായാലും എന്റെ സമയം പോയി, ഇനി ഞാൻ അവര് പറയുന്നത് കേട്ട് അവരെ കൺവിൻസ് ചെയ്ത് പറയാം അങ്ങനെ ഒരു രീതിയിലാണ് മാം ഞാൻ പോയത്. എനിവേ ഞാൻ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ ടോട്ടലി ഡിപ്രസ്ഡ് ആയിരുന്നു. കാരണം എനിക്കറിയാം എന്റെ കയ്യിൽ നിന്ന് പോയി സാധനങ്ങളെല്ലാം. പക്ഷേ ബൈ ഗോഡ് ഗ്രേസ് എന്തായാലും സ്പീക്കിംഗ് എനിക്ക് 380 കിട്ടി അന്നേരം. വെരി ഗുഡ്. പിന്നെ അതുപോലെ മാം ക്രൈറ്റീരിയ ബേസിസ് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ നിരൂസിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യമാണ് ക്രൈറ്റീരിയ ബേസിസിലുള്ള ആ ഒരു പ്രാക്ടീസ് എന്ന് പറയുന്നത്. അതുപോലെ സാർ പിന്നെ പെട്ടെന്ന് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രാമർ ക്ലാസ്, സാറിന്റെ ക്ലാസ് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. സാർ ഒരുപാട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. സാർ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും നമ്മൾ എന്തുമാത്രം ബ്ലെസ്ഡ് ആണ്, നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഇതില്ല, നമ്മൾ ഈ സമയത്ത് നമുക്ക് ഇത് പഠിക്കാൻ പറ്റുമല്ലോ. അതൊക്കെ ഒരുപാട് ബെസ്റ്റ് ആയിരുന്നു മാം. താങ്ക് യു സോ മച്ച് മാം, മാമിന്റെ ക്ലാസ്സിന്. ഒരുപാട് സന്തോഷം. ചുബിയുടെ വീട് എവിടെയാണ്? എന്റെ വീട് ആക്ച്വലി കോട്ടയത്താണ് മാം. സമയം കിട്ടുമ്പോ ഇങ്ങോട്ട് പോരെ, ഞങ്ങൾ ഇവിടെ ആലുവ പുളിഞ്ചോട് ഇവിടെ റെഡി ആയിട്ട് കാണാൻ റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ശരി, ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പൊ ഒത്തിരി സന്തോഷം ടൂബി. വിൽ മൂവ് ഓൺ വിത്ത് ജോസ്ന. യെസ് ജോസ്ന, പറഞ്ഞോ. ഞാൻ 2-3 തവണ OET ട്രൈ ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പം എന്തിലൊക്കെ C ആയിപ്പോവും. പിന്നെ അവർക്ക് വന്ന OET വിടാം, യൂറോപ്യൻ കൺട്രീസ് വിടാം, ഇനിയിപ്പോ അറബ് കൺട്രീസിലോട്ട് പോകാന്നോർത്ത്. പിന്നെ അതെല്ലാം ഇന്റർവ്യൂ എല്ലാം പാസ്സായിരുന്നു. അപ്പോഴും എന്റെ മൈൻഡിൽ ഒരു ഒന്നുകൂടി ഒരു OET ട്രൈ ചെയ്യണം എന്നൊരു ഫീൽ വന്ന്. അതിനെ ഫാമിലി ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പൊ ഫാമിലി പറഞ്ഞു ഓക്കെ, നിന്റെ മനസ്സിൽ അങ്ങനെയാണ്, ഒരു തവണയും കൂടെ ട്രൈ ചെയ്തോ, കുഴപ്പമില്ല. അവരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പം ഇത്രയും നാള് ഗ്യാപ്പ് വന്നോണ്ട് എനിക്ക് എവിടെയെങ്കിലും ട്രെയിനിങ്ങിന് കയറണം, OET ട്രെയിനിങ് തോന്നി. അങ്ങനെ വന്നപ്പോ ഞാന് ഇവിടെ വർക്ക് ചെയ്യും. അപ്പൊ എന്റെ 12 hour ഷിഫ്റ്റാ. എന്റെ ഷിഫ്റ്റ് ബേസിൽ എനിക്ക് ഒരിക്കലും ഒരു ക്ലാസ് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. മനസ്സിലായി. അപ്പം അപ്പൊ എന്റെ സിസ്റ്റർ ഇൻ ലോ പറഞ്ഞു, എന്തായാലും എന്ത് ചെയ്യുമല്ലോ, നീതൂസിലൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വേറെ ഒന്നും ഇൻസ്റ്റിറ്റ്യൂഷനിൽ വേറെ ഒന്നും ചോദിച്ചില്ല. അപ്പൊ ഞാൻ ഡയറക്റ്റ്, അപ്പൊ എന്റെ നമ്പറോ ഒന്നുമില്ല. അപ്പൊ ഞാൻ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് വിളിച്ചു. അപ്പൊ എന്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു, ഇങ്ങനെയാ കോഴ്സ്, 1 month ഉണ്ട്. അപ്പൊ ഓൾറെഡി ഞാൻ ഡേറ്റ് എടുത്തിരുന്നു. ഡേറ്റ് എടുത്തിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ 2 തരത്തിലുള്ള കോഴ്സ് ഉണ്ട്, 1 monthന്റെ ഉണ്ട്, ക്രാഷ് കോഴ്സും ഉണ്ട്, ഏത് വേണേലും ചൂസ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ ക്രാഷ് കോഴ്സ് ചൂസ് ചെയ്തു. അപ്പൊ എനിക്ക് എന്റെ ഡ്യൂട്ടിയും ഇതും കൂടെ എനിക്ക് ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് ഇത് എനിക്ക് പലപ്പോഴും എനിക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറില്ല. ഞാൻ ക്ലാസ്സിന് കയറും, പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണം. കാരണം 12 hour ഷിഫ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് 7 to 9:30 ആ ഒരു ഇത്രയും ടൈം വരെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ വന്ന് അത് കഴിഞ്ഞ്. പക്ഷെ എന്റെ കൂടെ എന്റെ ടീച്ചേഴ്സ് എല്ലാം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ചിലപ്പോ ഞാൻ സ്പീക്കിങ്ങിനൊക്കെ ഞാൻ വിളിച്ചില്ലെങ്കിലും മാം എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട്, ജോസ്ന സ്പീക്കിംഗ് ഒന്നും ചെയ്തില്ലല്ലോ, എപ്പോഴാ ഫ്രീ ആവണേ. എന്റെ സമയത്തിനനുസരിച്ച് റൈറ്റിംഗിന്റെ ആണെങ്കിലും കറക്ഷൻ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. എപ്പോഴാണ് ഫ്രീ ആവുന്നത്, ലെറ്റർ അയച്ചു തരുമോ, ഞങ്ങൾ കറക്റ്റ് ചെയ്ത് തരാം. എന്നിട്ട് എന്റെ സ്പീക്കിങ്ങിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും മാം പറഞ്ഞു, ജോസ്ന എന്തെങ്കിലും പെൻഡിങ് ഉണ്ടേ പറ, ഞാൻ എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ ചേരുകയും ചെയ്തു, എനിക്ക് ഒന്നിലും പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നില്ല. പിന്നെ പിന്നെ എന്റെ അഡ്മിൻ മാം ആണേലും അശ്വതി മാം ആണേലും എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. വിഷമിക്കണ്ട, എല്ലാം സെറ്റ് ആവും, പ്രാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞു. പിന്നെ മാമിന്റെ ക്ലാസ് ആണെങ്കിലും എനിക്ക് ഒരുപാട് ഇതായിരുന്നു, സപ്പോർട്ടീവ് ആയിരുന്നു. ഓരോ ക്ലാസ്സും ചിലപ്പോ ഫുള്ളൊന്നും കൂടിയിട്ടുണ്ടാവില്ല, പകുതിയൊക്കെ വെച്ചേ ഉള്ളൂ, എന്നാലും എനിക്ക് അതൊരു യൂസ്ഫുൾ ആയിരുന്നു. അത് കഴിഞ്ഞ് എക്സാം എഴുതി കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല ഈ തവണയും പോയി, ഇനി നമുക്ക് നോക്കണ്ട എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്നലെ ഞാൻ എന്റെ ലീവ് കഴിഞ്ഞ് എക്സാം എഴുതി ലീവ് കഴിഞ്ഞ് ഞാൻ
ട്രെയിനിലായിരുന്നു. ട്രെയിനിൽ വന്നപ്പോഴാണ് ഞാൻ ഈ മെസ്സേജ് കാണുന്നത്. റിസൾട്ട് പബ്ലിഷ് ആയി. എനിക്ക് അടിപൊളി. നോക്കാൻ പറ്റുന്നില്ല, റേഞ്ച് കിട്ടുന്നില്ല, ആകപ്പാടെ ടെൻഷൻ. പിന്നെ ഇന്ന് ഞാൻ റീച്ചായി, ഞാൻ ജോലി സ്ഥലത്ത് റീച്ച് ചെയ്തു. അപ്പം ഞാൻ നോക്കി, ഓക്കെ ഒരുപാട് ഓക്കെ സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും അടിപൊളി പ്രതീക്ഷിച്ചില്ല. എനിക്ക് അടി സ്പീക്കിംഗ് ഒക്കെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഓക്കെ ഭയങ്കര എനിക്ക് എന്തോ ടെൻഷനാണ്. എന്തോ കാരണം എനിക്ക് സ്പീക്കിംഗ് എപ്പോഴും നല്ല സ്കോർ ഇത് ചെയ്യുന്ന. പക്ഷെ ഇത്തവണ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ എല്ലാം ദൈവത്തിന്റെ ഇതും ടീച്ചേഴ്സിന്റെ ഒക്കെ പ്രയറും കൊണ്ട് കിട്ടി. കിട്ടി. അടിപൊളി. അപ്പൊ ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ള ഒരാളാണ് OET എന്ന് പറയുന്ന ഒരു സ്വപ്നം വേണ്ട എന്ന് വിചാരിച്ചല്ലേ? യെസ്, GCC കൺട്രി പ്രിഫർ ചെയ്ത് അത് റെഡി ആയി കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ OET ഒന്ന് എഴുതി നോക്കാം എന്ന് വിചാരിച്ച് വന്ന ഒരാളാണ് ഇന്നൊരു വിന്നർ ആയിട്ട് വന്ന് അല്ലെ ഈ ഒരു വിന്നേഴ്സ് മീറ്റിൽ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജോസ്ലിനെ പോലെ ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് കേട്ടോ. ഓ ഇനിയിപ്പോ എഴുതാൻ പോയ 2 വട്ടം എഴുതി 3 വട്ടം എഴുതി ഇനി നോക്കണ്ട, ഏതെങ്കിലും GCC കൺട്രി കയറി പോവാം എന്നൊക്കെ വിചാരിച്ചേക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഇൻസ്പിറേഷൻ ആണ്. നിങ്ങൾ എവിടെ പോയാലും നമ്മൾ മുന്നോട്ട് വെച്ച ഒരു കാല് നമ്മൾ പിന്നോട്ട് വെക്കരുത്, അത്രേ ഉള്ളൂ. GCC കൺട്രിയിൽ പോയാലും യൂറോപ്യൻ കൺട്രിയിൽ പോയാലും നമ്മൾ പോവാൻ തീരുമാനിച്ചു, പോണം, അതിലൊരു ഡൗട്ടും ഇല്ല. എല്ലാ കൺട്രികളും നല്ലതാണ്. ആയിരുന്നു ഇഷ്ടം. എന്നാലും പക്ഷെ അത് എഴുതിയിട്ട് കിട്ടാനിട്ട് എന്റെ ഒരു ഇത് വിഷമം വന്നിട്ട് എവിടെയെങ്കിലും പോവാം. യെസ് യെസ്, ഓക്കെ, മനസ്സിലായി. സോ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലെ? അതൊന്നും ഒരു തെറ്റല്ല. പക്ഷെ ഒരു കാര്യം മാത്രം നമ്മൾ ലൈഫിൽ ഓർത്തിരിക്കണം, നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചാൽ അതിൽ നിന്ന് പിന്മാറരുത്. ഇനിയിപ്പം GCC കൺട്രി അല്ലെങ്കിൽ ഒരു ഇപ്പൊ പറഞ്ഞു അറബ് കൺട്രിയിലോട്ട് പോവാം, ആയിക്കോട്ടെ, അവിടെ ചെന്നിട്ടാണെങ്കിലും യു ഹാവ് ടു ട്രൈ എന്നുള്ളതായിരുന്നു അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതി. എനിവേ പോണതിന് മുമ്പ് ഒന്നും കൂടെ ശ്രമിച്ചു, ഇന്നൊരു വിന്നർ ആയിട്ട് വന്ന് ഒരുപാട് ആളുകളെ ഇൻസ്പയർ ചെയ്യാനായിട്ട് സാധിച്ചു. ഒരുപാട് സന്തോഷം ജോസ്ന. ഗോഡ് ബ്ലെസ് യു ബണ്ടൽ. ഓക്കെ, അപ്പം ഒരു 1 month ജേർണി, ഒരു എക്സാം ക്രാഷിൽ നീതൂസിന്റെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത ഒരാളാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, വി വിൽ മൂവ് ഓൺ വിത്ത് ഡിനറ്റ്. ഹായ് ഡിനറ്റ്. യെസ്, എന്റെ അടുത്ത ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണ്. എപ്പോ കണ്ടാലും അല്ലെ നല്ല കംപ്ലീറ്റ് ആയിട്ട് ചിരിക്കണ ഒരു കുട്ടിയായിരുന്നു. യെസ് യെസ് ഡിനറ്റ്, പറഞ്ഞേ. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സത്യത്തിൽ എന്താണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പ്രതീക്ഷയോട് കൂടി തന്നെയായിരുന്നു നീതൂസ് അക്കാഡമിയിലോട്ട് വന്നത്. എസ്പെഷ്യലി ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും മാമിന്റെ മോട്ടിവേഷനും. മാം ഞങ്ങളുടെ ക്ലാസ്സിൽ ആദ്യത്തെ ദിവസം വന്ന് പറഞ്ഞ വാക്കിലാണ് ഞാനിപ്പോ ഈ വിന്നറായിട്ട് ഇവിടെ നിൽക്കുന്നത്. മാം ഇതുപോലെ തന്നെ പറഞ്ഞത്, നിങ്ങൾ വെച്ച കാലിന് പുറകോട്ട് വെക്കരുത്, നിങ്ങൾക്ക് പറ്റും എന്ന് പറഞ്ഞ മാമിന്റെ മോട്ടിവേഷൻ കാരണം മാത്രമാണ് എനിക്ക് കിട്ടിയത്. പിന്നെ നമ്മുടെ ടീച്ചേഴ്സ്, അവിടെയുള്ള ടീച്ചേഴ്സ്, അവർ സത്യത്തിൽ നമ്മുടെ ടീച്ചേഴ്സ് അല്ല, നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ എല്ലാ ഡ്രോബാക്കിലും അവർ നമ്മുടെ കൂടെ നിന്ന് ആ ഒരു ഹെൽപ്പും ആ ഒരു സപ്പോർട്ടും ഉള്ളതുകൊണ്ടാണ് നമ്മളെല്ലാവരും ജയിച്ചു കയറി പോണത്. പിന്നെ എനിക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു മൊഡ്യൂൾ ലിസണിങ് ആയിരുന്നു. ഞാനും 3-4 തവണ എഴുതിയിട്ടുണ്ടായിരുന്നു. എപ്പോഴും ലിസണിങ് ആയിരുന്നു. അതും ലിസണിങ് 280 നിന്നോണ്ടിരുന്നത്. അപ്പോഴാണ് എന്നോടും എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞത്, നീതൂസി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് കിട്ടും എന്നുള്ളത്. അപ്പൊ ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഞാൻ നീതൂസി വന്നത്. ഞാൻ ഈ എക്സാം എഴുതി 280 നിന്നും C+ പോലും ഇല്ലാണ്ട് B350 എനിക്ക് സ്കോർ വന്നു. അത് ടീച്ചേഴ്സിന്റെ ക്ലാസ്സും കൊണ്ടും അവരുടെ ടിപ്സും കൊണ്ടും സപ്പോർട്ടും കൊണ്ടും മാത്രമാണ്. എസ്പെഷ്യലി മാമിന്റെ മോട്ടിവേഷൻ, അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. പിന്നെ മാമിനോട് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വരുന്ന വിന്നേഴ്സ് മീറ്റിംഗിൽ എന്തായാലും ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ള ആ വാക്ക് എനിക്ക് പാലിക്കാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. ആ വാക്കിന്റെ പുറത്തു. ഒരുപാട് സന്തോഷം ഡിനറ്റെ, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം ഡിനറ്റിന്റെ കേസിൽ ഇപ്പം ഓഫ്ലൈൻ സ്റ്റുഡൻസിന്റെ കേസിൽ, ഇപ്പൊ അനുവിന്റെ കേസിലാണെങ്കിലും ഡിനറ്റിന്റെ കേസിലൊക്കെ ആണെങ്കിലും നമ്മൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു അല്ലെ, നമ്മൾ എപ്പോഴും കാണുന്ന ആളുകളായിട്ട് നമ്മൾ ഒരുപാട് അറ്റാച്ച്ഡ് ആവും. ഇതിപ്പോ നമ്മൾ ഓൺലൈനിലുള്ളത് നമ്മൾ അപ്പുറം ചെറിയൊരു സ്ക്രീനിന്റെ ഒരു ഗ്യാപ്പ് അതിനിടയ്ക്കുണ്ട് അല്ലെ? അതെ, അപ്പൊ ഒത്തിരി സന്തോഷമാണ്. അപ്പൊ ഡിനറ്റ് പറഞ്ഞ ഡിനറ്റ് എന്നോട് പറഞ്ഞിട്ടാ പോയ അടുത്ത വിന്നേഴ്സ് മീറ്റിൽ ഞാൻ വരുമെന്ന്. ആ വാക്ക് പാലിച്ചിട്ടുണ്ട് അല്ലെ? സന്തോഷം, ഒരുപാട് സന്തോഷം. ഓക്കെ, സ്കോർ ഒന്ന് പറയാമോ ഡിനറ്റ്? പറയാം മാം. ലിസണിങ് 350, റൈറ്റിംഗും സ്പീക്കിംഗും 360. ഓക്കെ, അടിപൊളി. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. Yeah, we will move on with Anju Paulos. Hi Anju, പറഞ്ഞേ. Hi ma'am, good evening. Hi, good evening. Good evening. Ma'am, ഞാൻ ഷാർജയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ നീതൂസിന്റെ 3.5 മാസത്തെ കോഴ്സിലായിരുന്നു ജോയിൻ ചെയ്തത്. അന്ന് ഇതുപോലെ മാമിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ മാമിന്റെ മോട്ടിവേഷൻ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഉള്ളൊരു സ്വപ്നമായിരുന്നു OET പാസ്സാവുന്ന ആ ഒരു വിന്നേഴ്സ് മീറ്റ് ജോയിൻ ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. November 9th മാം ഞാൻ എക്സാം എഴുതിയത്. സ്പീക്കിംഗ് റൈറ്റിംഗ് 380,
ലിസണിങ് 3C. അടിപൊളി. അപ്പൊ വിന്നേഴ്സ് മീറ്റിൽ വരണം എന്നൊരാഗ്രഹത്തോടു കൂടെ തന്നെ പഠിച്ച ഒരാളാണ് ഇന്ന് വിന്നേഴ്സ് മീറ്റിൽ വിന്നറായിട്ട് വന്നിരിക്കുക അല്ലെ? ഒരുപാട് സന്തോഷം. ഏറ്റവും ടഫായിട്ടുള്ള മോഡ്യൂൾ ഏതായിരുന്നു അഞ്ജു? എനിക്ക് ലിസണിങ് ആയിരുന്നു മാം ഏറ്റവും ബുദ്ധിമുട്ട്. അത് 364 ഉണ്ട്. എല്ലാ മാംസും അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു. നമ്മുടെ ടൈമിന്റെ അനുസരിച്ച് എല്ലാം അവര് ഇൻഡിവിജ്വൽ ട്രെയിനിങ് എല്ലാം നമുക്കൊരു ടൈം പറ്റിയില്ലെങ്കിൽ വേറൊരു ടൈം ഷെഡ്യൂൾ ചെയ്ത് അങ്ങനെ എല്ലാത്തിനും ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു മാം. ഇനി ആരോട് പറയുന്നില്ല, നീതൂസ് എന്നല്ലാതെ വേറൊരു ഓപ്ഷനേ മുമ്പിലില്ല OET എന്ന് പറയുമ്പോ. ഒരുപാട് സന്തോഷം അഞ്ജൻ, ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പം ലിസണിങ് ആയിരുന്നു ടഫായിട്ടുള്ള മൊഡ്യൂൾ എന്ന് പറഞ്ഞു. ഇന്ന് ലിസണിങ്ങിന് അല്ലെ B സ്കോറോട് കൂടെ പാസ് ആയേക്കുവാണ്. ഓക്കെ, അപ്പൊ ഇപ്പം അഞ്ജു പറഞ്ഞു, അതുപോലെ തന്നെ മുമ്പേ സംസാരിച്ച ഒരാളും പറഞ്ഞു അല്ലെ, എനിക്ക് തോന്നുന്നു ജോസ്ന, എല്ലാവരും പറഞ്ഞു അവരുടെ ടൈം അനുസരിച്ച് അവരെ അങ്ങോട്ട് വിളിച്ച് ഫോളോ അപ്പ് ചെയ്ത് കറക്ഷൻസ് കൊടുക്കുന്ന ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞു. ഒരുപാട് സന്തോഷം അല്ലെ. ഇപ്പൊ എല്ലാവരും വർക്ക് ചെയ്യുന്ന ആളുകളാണ്. എല്ലാവരുടെയും ഏറ്റവും വലിയൊരു കൺസേൺ അതായിരിക്കും, ഞങ്ങൾ വർക്ക് ചെയ്യുന്നു 12 hours വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ ടൈം ഒന്ന് മാനേജ് ചെയ്യുക, ഇൻ കേസ് ഒരു ദിവസം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസിന്റെ ഒരു കൺസേൺ. അപ്പൊ അതിന് അങ്ങനെയുള്ള കൺസേൺസ് ഉള്ള എല്ലാ സ്റ്റുഡൻസിനും ആൻസർ കിട്ടിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാര്യം വിന്നേഴ്സ് മീറ്റിൽ വന്ന് ഒരു വിന്നർ ആയിട്ട് വന്ന് പറയാണ് ഞങ്ങൾ നമ്മുടെ സമയത്ത് നമ്മളെ വിളിക്കുന്ന ടീച്ചേഴ്സ് എന്ന്. ഒത്തിരി സന്തോഷം ഇന്നൊരു വിന്നർ ആയിട്ട് കാണാൻ പറ്റിയതില്ല. അഞ്ജു, താങ്ക് യു സോ മച്ച്. We will move on with Bilu. Hi Bilu. പറഞ്ഞേ ബിലു. Yes ma'am, good evening ma'am. Good evening. മാം എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. അതെ OET എന്താണെന്നൊന്നും അറിയാണ്ടാണ് ജോയിൻ ചെയ്തത്. എന്റെ ഫ്രണ്ടാണ് പറഞ്ഞത്, ഇങ്ങനെ നീതൂസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു നീ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നീതൂസിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ പറയാ, ഞാൻ നാട്ടിൽ തന്നെ സെറ്റിൽ ആവണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒരു OET എന്ന് പറയുന്ന ഇതൊന്നും എന്റെ മനസ്സിലേ ഉണ്ടായിരുന്നില്ല. അപ്പൊ എന്റെ ഫ്രണ്ട് ഇതിനകത്ത് കയറി അവർക്ക് കിട്ടിയപ്പോ അവര് പറഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും ഇതിനകത്തേക്ക് വരുന്നത്. ഏത് ഇയറിൽ പാസ് ഔട്ട് ആണ് ബിലു? ഞാൻ 2011 പാസ് ഔട്ട് ആയതാണ്. ഓക്കെ, ഫൈൻ. എനിക്ക് ശരിക്കും സ്പീക്കിംഗ് ആയിരുന്നു ഏറ്റവും ടഫ് ആയിട്ടുള്ള മോഡ്യൂൾ. പിന്നെ റിച്ച മാമിന്റെ ക്ലാസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. സ്പീക്കിംഗ് ക്ലബിൽ ഞാൻ കയറുമായിരുന്നു. അപ്പൊ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും നല്ല കോൺഫിഡൻസ് കിട്ടി. റീഡിംഗ് ആണെങ്കിലും വിനോദ് സാറിന്റെ ക്ലാസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എന്റെ ഇന്റർ ബാച്ചിൽ ഞാൻ ഫുൾ സാറിന്റെ ക്ലാസ്സിൽ തന്നെയായിരുന്നു. പിന്നെ പ്രിയ മാം ലിസണിങ്ങിന് ഞാൻ പ്രിയ മാമിന്റെ ക്ലാസ്സിലായിരുന്നു. അത് പോരാത്തതിന് എനിക്ക് പിന്നെ പ്രിയ മാമിനെ എന്റെ എക്സാം പ്രിപ്പറേഷൻ ബാച്ചില് എന്റെ ഇൻഡിവിജ്വൽ ട്രെയിനറായിട്ട് കിട്ടി. ഞാൻ ശരിക്കും എനിക്ക് ഭയങ്കര, നമുക്ക് പരിചയമുള്ള ഒരാളെ അങ്ങനെ കിട്ടുമ്പോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മാം ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തു. പിന്നെ എല്ലാ ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സും എല്ലാരും ഒരുപാട് സഹായിച്ചു. പിന്നെ എനിക്ക് റീഡിംഗ് നല്ല ടഫ് ആയിരുന്നു. ഞാൻ ഒത്തിരി പാർട്ടിൽ കുറെ ക്വസ്റ്റ്യൻസ് ഞാൻ അറ്റൻഡ് ചെയ്യാണ്ട് വിട്ടു. എനിക്ക് അത്ര ടഫ് ആയിരുന്നു. ഞാൻ 23rd എക്സാം എഴുതിയ ബാച്ചാണ്. ഞാൻ ശരിക്കും ദൈവത്തിന്റെ അനുഗ്രഹം, ഞാൻ ഇപ്രാവശ്യം കിട്ടില്ല, അങ്ങനെ എന്തായാലും എനിക്ക് കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിരുന്നു. അപ്പൊ ഞാനിങ്ങനെ റിസൾട്ട് വന്നപ്പോ ഒരാൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞു എന്റെ റിസൾട്ട് ആയിരിക്കില്ല എന്ന് പറഞ്ഞ് എനിക്കൊരു വിശ്വാസം ഇല്ലായിരുന്നു. ബാക്കി ലിസണിങ്ങിനും റൈറ്റിംഗിനും 360, സ്പീക്കിങ്ങിന് 370. അടിപൊളി. ഏറ്റവും ടഫ് ആണെന്ന് പറഞ്ഞ മൊഡ്യൂളിലാണ് ഏറ്റവും കൂടുതൽ സ്കോർ അല്ലേ? അതെ മാം, അതെ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ബിലു. God bless you. Yes. So we will move on with Vijaya. Hi Vijaya, പറഞ്ഞേ. Good evening ma'am. Good evening. Good evening. മാം, ആക്ച്വലി ഞാനിപ്പോ അയർലൻഡിലാണ് HSC ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഞാനും എന്റെ ടീച്ചേഴ്സ് പറഞ്ഞ്, ഞങ്ങളുടെ കൂടെ കൊളീഗ്സ് പറഞ്ഞിട്ടാണ് ഞാൻ നീതൂസിൽ ജോയിൻ ചെയ്തത്. ഇതിനു മുന്നേ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. പക്ഷേ ഇവിടെ വന്നത് ഒത്തിരി പെയിൻ ആയിട്ടാണ് മാം. കാരണം ഞാൻ ആക്ച്വലി കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാനൊരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള ഡെസിഗ്നേഷൻ വിട്ടിട്ട് ഐ കെയിം ഹിയർ ആസ് HCA. സോ ഇറ്റ് വാസ് റിയലി ഹാർഡ് ആൻഡ് ടഫ് ഫോർ മീ നൗഡേയ്സ്. അപ്പൊ എനിക്കത് ഒരിക്കലും ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ എന്താ പറയാ, നമുക്ക് ഒത്തിരി ഹാർഡ് ലൈഫ് ആണ് ഇവിടെ. അപ്പൊ ഞാൻ അത് വിട്ടിട്ട് മാറണമെങ്കിൽ OET പാസ്സായേ പറ്റൂ. അപ്പം മാമിന്റെ ഫസ്റ്റ് ക്ലാസ് തൊട്ട് ഐ വാസ് ലിസണിങ് യു ആൻഡ് യുവർ മോട്ടിവേഷൻ ആൻഡ് സണ്ണി സർ. ഐ കുഡ് മെൻഷൻ all of your names because എനിക്ക് അറിയില്ല മാം, മോർ ദാൻ യുവർ ക്ലാസ്സസ് യുവർ മോട്ടിവേഷൻ മെയ്ഡ് മീ ടു സിറ്റ് ഇൻ ദിസ് പ്ലാറ്റ്ഫോം നൗ. അത്രയ്ക്ക് നമ്മൾ ഓരോ ദിവസം നമ്മൾ ഡൗൺ ആയിപ്പോ, അല്ലെങ്കിൽ നമ്മൾ ഇനി പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്ന മൊമെന്റിലൊക്കെ മാമിന്റെ ഒരു ഇൻസ്പിറേഷനും ബാക്കി ടീച്ചേഴ്സിന്റെ അത് ഇറ്റ് ഈസ് എൻഡ്ലെസ്. അപ്പൊ അത് ഇറ്റ്സ് ബിയോണ്ട് ദ വേർഡ്സ് എന്ന് പറയാം. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ ഞാൻ ഈ പ്രിപ്പറേഷൻ ടൈമിൽ ഐ വാസ് ബീൻ ഇൻ ഇന്ത്യ. അപ്പൊ ഞാൻ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഡേയില് ഐ കെയിം ദെയർ. അപ്പൊ എനിക്ക് ഒന്നില്ല, ഈവൻ ദ പ്രിപ്പറേഷൻ ടൈം ഓൾസോ ഐ കുഡന്റ് മെയ്ഡ് ഇറ്റ് വെൽ. പക്ഷെ എന്താ പറയാ, നിങ്ങളുടെ വേർഡ്സ്, പിന്നെ എന്റെ ഇപ്പൊ റിസൾട്ട് ഞാൻ പറയാം മാം, ഐ നെവർ എക്സ്പെക്ടഡ്. ബിക്കോസ് എനിക്ക് റിസൾട്ട് വന്നപ്പോഴും ഞാൻ വിചാരിച്ചു ഇറ്റ്സ് നോട്ട് മൈൻ. അത്രയ്ക്ക്, കാരണം ഐ വാസ്
ഐ കുഡന്റ് മെയ്ഡ് ഇറ്റ് ഫുൾ ബിക്കോസ് എന്റെ ഒരു വന്ന ഒരു 15 days എന്ന് പറയുമ്പോഴത്തേക്കും യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബിക്കോസ് നമ്മൾ ഒത്തിരി ഹറിബറി ആയിരിക്കും, പിന്നെ ഫ്രണ്ട്സ് ഫാമിലി. അപ്പൊ എനിക്ക് ആയിക്കോട്ടെ. അപ്പൊ പ്രിയ മാം ആയിരുന്നു എനിക്ക്, ഷി വാസ് മൈ ഇൻഡിവിജ്വൽ ട്രെയിനർ. അപ്പൊ പുള്ളിക്കാരി എനിക്ക് ലിസണിങ്ങിന് എനിക്ക് മാമിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. മീൻസ് ഷി വാസ് ദെയർ ഇൻ ദ കോമൺ പ്ലാറ്റ്ഫോം and now she has been as a individual trainer. So ma'am inodu parayum, Vijay, you have the potential, so you have to do, you just spend some time for your exam. Not I'm not asking you to do much more, but you should sit for some time for your exam every day. So ma'am ന്റെ impression എന്ന് പറഞ്ഞാൽ it's പിന്നെ ജിതിൻ sir എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ടീം മാം, നിങ്ങളുടെ ടീം വർക്ക് തന്നെയാണ് the way you are teaching and your motivation, everything made me to sit here. I'm asking each and every student, those who are preparing for OET, have to join to Needus Academy without any doubt. That's what I want to say you. ഒത്തിരി സന്തോഷം വിജയ, ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു. ഇപ്പം എനിക്ക് തോന്നുന്നു വിജയ പറഞ്ഞത് ഒരു വലിയൊരു പോയിന്റ് ആണ് അല്ലെ. നമ്മളൊരു നല്ല ഒരു ഡെസിഗ്നേഷനിൽ വർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു കെയറർ വിസയിൽ കയറി പോകുമ്പോൾ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് അല്ലെ. വിജയ പറഞ്ഞത് എക്സാക്ട്ലി കറക്റ്റ് ആണ്. അപ്പൊ അങ്ങനെ ചിന്തിച്ച് മാറി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് രജിസ്റ്റേർഡ് നഴ്സസ് ഈ പറയുന്ന അയർലൻഡിലും UK-ലും ഒക്കെ കെയറർ വിസയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരോടാണ് എക്സാക്ട്ലി വിജയ്ക്ക് പറഞ്ഞത് കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ യു ഹാവ് ടു ട്രൈ. ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്യണം. കാര്യം മടിച്ചു നിൽക്കരുത്, മാറി നിൽക്കരുത്. നിങ്ങളെ കൊണ്ട് പറ്റും. കാരണം നിങ്ങൾ ഒരു BSc നഴ്സിംഗ്, GNM എന്തായിക്കോട്ടെ, നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ആർ ഇനഫ് ടു ക്രാക്ക് OET. എനിക്കതിൽ ഒരു ഡൗട്ടും ഇല്ല. കാര്യം അത്ര പൊട്ടൻഷ്യൽ ഉള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത്രയും വലിയൊരു കാര്യം നമ്മൾ ചെയ്തിട്ട് നമ്മൾ ചെറിയൊരു ലാംഗ്വേജ് എക്സാമിന് മുന്നിൽ പതറിപ്പോണ്ട ആവശ്യമില്ല അല്ലെ. അത് പതറിപ്പോണ്ട ആവശ്യമില്ല എന്ന് വീണ്ടും വീണ്ടും ഉറക്കെ പറയുക വിജയെ പോലെയുള്ള ആളുകൾ. ഒരുപാട് സന്തോഷം. ആ ട്രൈ ചെയ്യാൻ കാണിച്ച ആ ഒരു കറേജിനാണ് ആദ്യത്തെ എന്താ പറയണ്ടേ കൺഗ്രാറ്റ്സ്. ഓക്കെ, എനിവേ നൗ യു ആർ ദ വിന്നർ അല്ലേ. ഒരുപാട് സന്തോഷം വിജയ്. I secured a B score in every module. ഒന്ന് സ്കോർ ഒന്ന് പറയാമോ? I got speaking 3. Yeah, ma'am. Speaking I secured 390, and for reasoning 360, and the other one 350. So it was a good score for me, I think. Yeah, full B. We will move on with Radhika. Yes, Radhika R. ഡ്യൂട്ടിയിലാണെന്ന് തോന്നുന്നല്ലോ Radhika. Yes, Radhika. അതെ മാം, ഡ്യൂട്ടിയിലാണ്. പറഞ്ഞോടാ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഷാർജയിലാണ്. ഞാൻ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ രണ്ടാമത്തെ വട്ടമാണ് OET എഴുതുന്നത്. ആദ്യം 3 month കോഴ്സ് എടുത്ത് നീതുസിൻ തന്നെയാണ് OET എഴുതിയത്. അപ്പൊ എനിക്ക് അയർലൻഡ് സ്കോർ ആയിരുന്നു. അപ്പോ അയർലൻഡ് സ്കോർ ആയി അതിന്റെ പ്രോസസിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പം ഹസ്ബൻഡിന്റെ ഒരു ഇൻഫ്ലുവൻസ്, പുള്ളി പറഞ്ഞു ഒന്നുകൂടെ നീ ട്രൈ ചെയ്യും. അന്ന് എനിക്ക് ജസ്റ്റ് 20 മാർക്സ്, അതായത് സ്പീക്കിങ്ങിന് 20 മാർക്സിന്റെ ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ 350ക്ക്. ബാക്കിയെല്ലാം B ആയിരുന്നു. അപ്പോ അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ വേറെ ഒരു ഓപ്ഷനും ഇല്ല, അവിടെ തന്നെ ക്രാഷ് കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്തു. ഇപ്പം ഞാൻ എല്ലാ മൊഡ്യൂളിനും എനിക്ക് B സ്കോർ ഉണ്ട്. ഒത്തിരി താങ്ക്ഫുൾ ആണ്. കാരണം എനിക്ക് ഇവിടുത്തെ ഡ്യൂട്ടി ഷിഫ്റ്റ് സംടൈംസ് 12 hours ആണ് വരിക. അപ്പോഴത്തേക്കും എനിക്ക് ക്ലാസ് കറക്റ്റ് ടൈമിൽ ചിലപ്പോൾ കയറാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ കയറിയിട്ട് ഞാൻ ഇറങ്ങേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് തിരക്കൊക്കെ വരുന്ന സമയത്ത്. അപ്പം അതിലൊക്കെ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് മാഡംസ്. എനിക്ക് ക്രാഷ് കോഴ്സിന്റെ സമയത്ത് ആര്യ മാഡം ആയിരുന്നു എനിക്ക് നൈറ്റിൽ, അതായത് എക്സാമിന്റെ 2 ദിവസം മുന്നേ നൈറ്റിൽ എന്റെ കവർ ആവാത്തുള്ള മൊത്തവും പോർഷൻസും എനിക്ക് കവർ ചെയ്ത് തന്നു. എല്ലാം ഈ മാം ഇങ്ങോട്ട് വിളിച്ച് എനിക്ക് പറഞ്ഞു തന്നു, അങ്ങനെ ഇത് സ്പീക്കിങ്ങിനാണെങ്കിലും എല്ലാ ടോപ്പിക്കും എടുത്ത് എല്ലാ കാര്യങ്ങളും. സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് ആദ്യത്തെ പ്രാവശ്യം മാർക്ക് കുറഞ്ഞത്. രണ്ടാമത്തേതിൽ അതിൽ എനിക്ക് കിട്ടി. ഇപ്പൊ എനിക്ക് എല്ലാ മൊഡ്യൂളിനും B ഉണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാരണം ഒരുപാട് നാളത്തെ ഒരു ഡ്രീം ആണ് അത്. ഇതാവി ആയപ്പോ ഒത്തിരി സന്തോഷം. ഇപ്പൊ ഞാൻ CBTക്കും നീതൂസിൽ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതും കിട്ടണമെന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. യു വിൽ ക്ലിയർ ഇറ്റ്. ഓക്കെ, യെസ് രാധിക, ഒത്തിരി സന്തോഷം അല്ലെ. ആദ്യം പഠിച്ചു, അയർലൻഡ് സ്കോർ കിട്ടി, വീണ്ടും UK സ്കോറിന് വേണ്ടി വീണ്ടും ട്രൈ ചെയ്തു, ഇന്ന് ഫുൾ B-യോട് കൂടെ വീണ്ടും പാസ് ആയേക്കുവാണ്. ഒരുപാട് സന്തോഷം. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, ഏത് കൺട്രിയാണ് നോക്കുന്നത്? UK-ക്കാണോ? ഏത് കൺട്രിയാണ് നോക്കുന്നത്? UK ആണ് ഇപ്പൊ നോക്കുന്നത്. ഓക്കെ, UK ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഒരുപാട് സന്തോഷം. ഡ്യൂട്ടിക്കിടയിൽ ഓടി വന്ന് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിൽ ഒത്തിരി സന്തോഷം രാധിക. താങ്ക് യു സോ മച്ച്. യാ, വി വിൽ മൂവ് ഓൺ വിത്ത് ജെൻസി. യെസ് ജെൻസി തോമസ്. ഹായ് ജെൻസി, പറഞ്ഞേ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് OET അറ്റൻഡ് ചെയ്യുന്നത്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. യെസ്, അപ്പം എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഫസ്റ്റ്
ടൈം, അതായത് ഒരു മാർച്ച് ആ ഒരു ടൈമിൽ എഴുതിയായിരുന്നു. ഞാനും ഇങ്ങനെ നോക്കിയപ്പോ അവരെന്നോട് അതൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ പിന്നെ എങ്ങനെയോ ഞാൻ നീദൂസ് കേട്ടു. ഫസ്റ്റ് ആയിട്ട് ഓൺലൈൻ ക്ലാസ് അവർ തുടങ്ങുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സെക്കൻഡ് ബാച്ചിൽ ജോയിൻ ചെയ്തു ഓഫ്ലൈൻ. ഞാനും എന്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു. അപ്പം ആദ്യം വന്നപ്പോ സത്യം പറഞ്ഞാൽ ഒയിറ്റിനെ പറ്റി ഒന്നും അറിയില്ല, ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ ഞാൻ ഓർത്തു ഒരു പ്രാവശ്യം എഴുതി നോക്കാം, കിട്ടോ ഇല്ലേന്ന് അറിയില്ല, ജസ്റ്റ് ഒരു ട്രൈ കൊടുക്കാം എന്ന രീതിയിലാണ് വന്നത്. അപ്പൊ അനുചേച്ചി പറഞ്ഞത് തന്നെ ഫസ്റ്റ് മാമിന്റെ മോട്ടിവേഷൻ, അതാണ് എനിക്ക് എന്താ പറയാ, ക്ലാസ്സിനെക്കാട്ടിലും കൂടുതൽ മാം ഇടക്കിടക്ക് വന്നിട്ട് മോട്ടിവേഷൻ തരും. അപ്പൊ ഞാൻ ഓർക്കുന്നത് നമ്മുടെ സിറ്റുവേഷൻ അറിഞ്ഞിട്ടാണോ മാം വരുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. കാരണം അതുപോലെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് മാം കാര്യങ്ങൾ പറയുന്നത്. അപ്പോ അത് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. അപ്പൊ ഞാൻ 2 മാസത്തെ കോഴ്സ് ആയിരുന്നു എടുത്തത്. ലാസ്റ്റ് ക്ലാസ്സിൽ മാം വന്നിട്ട് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അതൊക്കെ സംസാരിച്ച് തീർത്ത് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു നോക്കണ്ട, കോൺഫിഡന്റ് ആയിരിക്കുക, കോൺഫിഡന്റ് ആയിട്ട് പോയി എഴുതുക, അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞായിരുന്നു. ആ ഒരു തിയറിയാണ് ഞാൻ എന്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്തത്. എനിക്ക് റൈറ്റിംഗ് ആയിരുന്നു കുറച്ച് പാടുന്നല്ല, എനിക്ക് എഴുതാൻ ഭയങ്കര മടിയുള്ള ഒരാളാണ്. പക്ഷെ അതിന് എനിക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഷാനി സാറിന്റെ ഗ്രാമർ ക്ലാസ്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് അറിയാം, ഇംഗ്ലീഷ് അറിയാം, പക്ഷെ ഈസും വാസും വേറൊക്കെ എവിടെയാണ് ചേർക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ വരായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ് നല്ലതായിരുന്നു. അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ കൊളീഗ്സിന്റെയും സ്റ്റാഫിന്റെയും നല്ലതായിരുന്നു. പിന്നെ പ്രൂഫ് റീഡിങ്, എനിക്ക് റൈറ്റിംഗ് പേഴ്സണലി പാടായതുകൊണ്ട് തന്നെ പ്രൂഫ് റീഡിങ് എനിക്ക് എക്സാമിന്റെ സമയത്താണെങ്കിലും എനിക്ക് മറ്റേ ജെൻഡർ ചേഞ്ച് വന്നായിരുന്നു. ഞാൻ മാറ്റിയത് പ്രൂഫ് റീഡിങ്ങിന്റെ സമയത്തായിരുന്നു. എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതുപോലെ തന്നെ സ്പീക്കിങ്ങിനാണെങ്കിലും അവിടെ വാമപ്പ് എന്താണോ പറഞ്ഞത് അതാണ് ഞാൻ ചെന്നപ്പോ എന്നോട് ഇന്റർലോക്യൂട്ടർ ചോദിച്ചതും. അപ്പൊ എനിക്ക് അതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ റീഡിംഗ് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ദൈവഭാഗ്യം കൊണ്ട് കിട്ടി. ആൻഡ് ഐ എം സോ ഹാപ്പി മാം. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടാൻ ഞാൻ സത്യമായിട്ട് വിചാരിച്ചില്ല. ഞാനിങ്ങനെ ഫ്രണ്ട് പറഞ്ഞ് റിസൾട്ട് വന്നു, ഐ വാസ് ലൈക്ക് തോറ്റ കാണും, കുഴപ്പമില്ല, നോക്കണ്ട. പറഞ്ഞില്ല നോക്ക്. ഞാൻ പറഞ്ഞ എന്നാ നോക്കിയേക്കാന്ന് ഫുള്ള് ബി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ ചോദിച്ചു അത് തന്നെയാണോ, പറഞ്ഞ അതെ. ഞാൻ പറഞ്ഞ ശരി. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അടിപൊളി. ജെൻസി സ്കോർ ഒന്ന് പറയാമോ ജെൻസി? എനിക്ക് 4 മൊഡ്യൂൾസിനും 350 ആണ്. 350 ആണ്. അടിപൊളി. ഫുൾ ബി ആണ്. നീദൂസിന്റെ ഓഫ്ലൈൻ സ്റ്റുഡന്റ് ആണ്. ഒത്തിരി സന്തോഷം ജെൻസി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. Okay, fine. So we will move on with Asha. Asha Agustin. Hi Asha. Hi ma'am. Hi. Good evening. ഞാൻ മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എക്സാം. ഞാൻ ഒത്തിരി പ്രാവശ്യം നീദൂസ് അക്കാഡമി കേട്ടിട്ടുണ്ട്, പക്ഷെ എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല, ഇത് ബ്ലെസ്ഡ് അക്കാഡമി തന്നെയാണ്. എല്ലാരും പറയണ പോലെ തന്നെ മാമിന്റെ ടീം, എല്ലാ ട്യൂട്ടേഴ്സും, പ്രത്യേകിച്ച് സണ്ണി സാറിന്റെ ഒക്കെ ഗ്രാമർ ക്ലാസ് എല്ലാം ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ എല്ലാം ഓർഗനൈസ്ഡ് വേയിലാണ്, അതാണ് എന്നെ ഒത്തിരി അട്രാക്ട് ചെയ്തത്. എല്ലാം കറക്റ്റ് ടൈമിൽ തന്നെ പറഞ്ഞു തന്നെ. പിന്നെ മാമിന്റെ മോട്ടിവേഷണൽ ക്ലാസ് എല്ലാം നല്ലതായിരുന്നു. ഞാനത് യൂട്യൂബില് കേൾക്കും. അങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു. ഒരു സ്ട്രക്ചേർഡ് വേ എല്ലാ കാര്യം ചെയ്യാനൊക്കെ എനിക്ക് പറ്റി. പിന്നെ എനിക്ക് സ്പീക്കാൻ അയർലൻഡിലാണ്, ഇവിടെയാണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. എനിക്ക് സ്പീക്കിംഗ് വെച്ചിട്ട് പൊതുവെ എല്ലാരും പറയും കിട്ടുമെന്ന് എളുപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നേറ്റീവ് സ്പീക്കർ ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പൊ എനിക്ക് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ദൈവം സഹായിച്ച് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ മാം. ഹസ്ബൻഡ് ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. 7 വർഷത്തോളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ നാട്ടിലായിരുന്നു. എന്നിട്ട് അവിടെ വെച്ച് എക്സാം എഴുതി, പക്ഷെ കിട്ടിയില്ല. പിന്നെ ഇവിടെ വന്നിട്ട് നീദൂസിൽ ചേർന്ന് കുറെ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എന്തായാലും എനിക്ക് സണ്ണി സാറിന്റെ ഒക്കെ ആദ്യം തന്നെ ക്ലാസ് എനിക്ക് ഇഷ്ടമായി. മാമിന്റെ വലിയൊരു സപ്പോർട്ട് ഉണ്ട്. എനിക്ക് ശരിക്കും പറയുന്നത് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു അക്കാഡമി തന്നെയാണ്. ഒത്തിരി താങ്ക്സ് മാം. ഒത്തിരി സന്തോഷം ആശ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. So thank you so much ma'am. Thank you dear. Yes, we will move on with Steffi Cherian. Hi Steffi. Hi, good evening. Hi, good evening. Parne. First of all, I want to thank everyone who has helped me. നീദൂസ് ജോയിൻ ചെയ്യുന്നത് ഞാൻ എന്റെ ഒരു കസിൻ പറഞ്ഞിട്ടാണ്. പുള്ളിക്കാരി കുറെ ട്രൈ ചെയ്തായിരുന്നു വേറെയൊക്കെ. അപ്പൊ വേറെ അഡ്മൈസിലൊക്കെ ട്രൈ ചെയ്തപ്പോ എന്നോട് പറഞ്ഞു, വേറെ ഒന്നിലും പോകുന്ന ചേച്ചി നീദൂസിൽ കയറിക്കോ, അവിടെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. അവിടെ പിന്നെ ഞാൻ നീദൂസിൽ കയറി കഴിഞ്ഞിട്ട് ടീച്ചേഴ്സ് എല്ലാവരും, എല്ലാ കോച്ചസും ദേ ആർ റിയലി ഗുഡ്. ദേ ആർ വെരി സപ്പോർട്ടീവ്. സ്പെഷ്യലി ദ അഡ്മിൻ ഗ്രൂപ്പ് ഐ വുഡ് സേ. ഞാൻ അവരുടെ തല ശരിക്കും തിന്നിട്ടുണ്ട്. ഞാൻ അവരോട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഇട്ട്, ഈവൻ രാത്രി 10 o'clock 11 o'clock ഒക്കെ ഞാൻ മെസ്സേജ് അയക്കും. They have bared with me. I don't know how, but you have a good group there. So I would like to thank them also, and especially
ഫൗണ്ടേഷൻ ഉണ്ട്. നമ്മൾക്ക് എങ്ങനെയാ അറ്റംപ്റ്റ് ചെയ്യേണ്ടതെന്ന് അതിന്റെ ഒരു ഫൗണ്ടേഷൻ ശരിക്കും തരുന്നുണ്ട് ടീച്ചേഴ്സ്. പക്ഷെ പിന്നെ ഇൻഡിവിജ്വൽ ട്രെയിനേഴ്സ് വരും. ലിസണിങ്ങും റൈറ്റിംഗും സ്പീക്കിംഗും എനിക്ക് ഇൻഡിവിജ്വൽ മാം അനു മാം റിയലി വെരി സപ്പോർട്ടീവ്, വെരി വെരി സ്ട്രോങ്. ആൻഡ് മാം പറഞ്ഞു എഴുതിക്കോ, ചെയ്യാൻ പറ്റും. അതുവരെ ഓർത്തു ഇനി 2 മാസം സ്കിപ്പ് ചെയ്തിട്ട് ഇരുന്ന് പഠിച്ച് കോച്ചിങ് എടുത്തല്ലോ, ഇനി ഇരുന്ന് പഠിച്ചിട്ട് പിന്നെ കേറാം. ഐ തോട്ട് ലൈക്ക് ദാറ്റ്. പക്ഷെ മാം പറഞ്ഞു അയ്യോ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോ തന്നെ എഴുതിക്കോ, കിട്ടും. Ma'am was very positive about us more than we were. So I got an opportunity to, I think I had a similar experience with Anu ma'am. The way they are saying you're very supportive. Exactly. Yeah, so I got a very support from Anu ma'am, I would say. And all the teachers, I would say, were very good. It was my first attempt. I got B in First Agri. attempt Yes. modules. Okay. Yeah. Thank you so much. Thank you Steffi. So Steffi pharmacist ആണ് അല്ലെ? യെസ്, ഫാർമസിസ്റ്റ് ആണ്. ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ഫുൾ ബിയോട് കൂടെയാണ് പാസ് ആയിരിക്കുന്നത്. ഒരുപാട് സന്തോഷം സ്റ്റെഫി. ഗോഡ് ബ്ലെസ് യു അവൻറ്റലി. അപ്പൊ വീണ്ടും ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള അല്ലെ നീതൂസ് എക്സ്ക്ലൂസീവ് വിന്നേഴ്സ് മീറ്റ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഒരുപാട് സന്തോഷം അല്ലെ, ഡോക്ടേഴ്സും ഫാർമസിസ്റ്റും നഴ്സസും ഓൺലൈൻ ഓഫ്ലൈൻ സ്റ്റുഡൻസും എല്ലാവരും കൂടെ കൂടി ചേർന്ന് അല്ലെ നിങ്ങളുടെ ഒരു റിയൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പം ഒത്തിരി ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ദിവസമായിട്ട് എനിക്കിന്ന് തോന്നുന്നു. നിങ്ങളുടെ എല്ലാവരും തന്നെ ലൈഫിൽ അല്ലെ ഒരു മാറ്റം വന്നൊരു ദിവസമാണ് ഇന്ന് അല്ലെ. സഡൻ ആയിട്ട് പെട്ടെന്ന് അല്ലെ നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നൊരു ദിവസമാണ്. ഒത്തിരി സന്തോഷം. ഇനിയും ഈ ജേർണി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. ബാക്കിയുള്ള പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കട്ടെ. അടിപൊളിയായിട്ട് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് സ്പീഡായിട്ട് നടന്ന് നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് പോകേണ്ടത്, നിങ്ങളുടെ ഡ്രീം കൺട്രിയിൽ അവിടെ നിങ്ങൾ എത്തിച്ചേരട്ടെ. നിങ്ങളുടെ ഫാമിലി നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യട്ടെ. നീതൂസിൽ നിന്ന് നിങ്ങൾ ആരും എങ്ങോട്ടും എവിടെയും പോണില്ല. ഈ ഫാമിലിയിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഇവിടെ വരുന്ന എല്ലാവരും അല്ലെ അപ്പൊ ഒരു പ്രോസസ്സിങ്ങിന്റെ സ്റ്റേജ് കടന്നു പോകുന്നു എന്നതല്ലാതെ ആരും എങ്ങോട്ടും പോണില്ല. നമ്മളെല്ലാവരും കോണ്ടാക്റ്റിൽ നിൽക്കുന്നവരാണ്. അപ്പൊ എല്ലാ വിന്നേഴ്സ് മീറ്റുകളും പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് പോലെ അല്ലെ, നിങ്ങൾ നിങ്ങളുടെ ഡ്രീം കൺട്രിയിൽ എത്തി നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യുന്ന റീലിന്റെ ലിങ്ക് എന്റെ വാട്സപ്പിൽ വരുന്നത് വരെ ഈ ഫുൾ ഫാമിലി വെയിറ്റിംഗ് ആണ്. ഓക്കെ, വി ആർ വെയിറ്റിംഗ് ഫോർ യുവർ എന്താ പറയണ്ടേ അപ്ഡേറ്റ്സ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും അപ്ഡേറ്റ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. സോ നിങ്ങൾക്കുണ്ടായ ഒരു സക്സസ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടിയെടുത്ത ഒരു കാര്യം ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യാനായിട്ട് യൂട്ടിലൈസ് ചെയ്തതിലും ബാക്കിയുള്ളവരെ ഇൻസ്പയർ ചെയ്യാനായിട്ട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിലും ഒക്കെ ഒരുപാട് താങ്ക്സ്. അപ്പം ഏറ്റവും സന്തോഷമായിട്ട് ഇനിയും കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. എത്രയും പെട്ടെന്ന് പ്രോസസ്സിംഗ് ഒക്കെ കഴിയട്ടെ. ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി. താങ്ക് യു സോ മച്ച്.